നസ്കർ, സോഷ്യൽ മീഡിയ ശക്തമായതിനു ശേഷം എല്ലാ തിരുവോണ സമയത്തും ചില വർഗീയ ശക്തികൾ തലവെക്കും. ക്രൈസ്തവ പുരോഹിതന്മാരായും മുസ്ലിം താത്തമാരായും മുസ്ലിം ഉസ്താദുമാരായും ഒക്കെയാണ് ഈ പണ്ഡിതന്മാരുടെ രംഗപ്രവേശം. ക്രൈസ്തവ പുരോഹിതർ നാമമാത്രമാണ്, എന്നാൽ മുസ്ലിം പണ്ഡിതന്മാർ ചുറ്റിനും ഒരുപാടുണ്ടാവും. ഇത് വലിയ തോതിൽ ട്രോളിനിരയായതോടെ ക്രൈസ്തവ നേതാക്കൾ പതിയെ തല പിൻവലിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഒരു പള്ളിയിലച്ചൻ പറഞ്ഞതായി നടക്കുന്ന പ്രചരണം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. സ്വയം പ്രഖ്യാപിത മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പം ചില താത്തമാർ കൂടി ഇക്കുറി രംഗപ്രവേശം ചെയ്തു. അതിൽ ഒരു താത്ത കഴിഞ്ഞ കുറേ കാലമായി സോഷ്യൽ മീഡിയയിൽ സദാചാര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികളെയൊക്കെ നന്നാക്കി ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന വാശിയിലാണ് മുബീന നിജാസ് എന്നുപേരുള്ള ഈ താത്തയുടെ കഴിഞ്ഞ കുറേ കാലമായുള്ള ഇടപെടൽ. ഈ താത്ത ഓണം സ്പെഷ്യലായി ഒന്നിലധികം വീഡിയോകൾ ഇറക്കി. ഒരു കാരണവശാലും മുസ്ലിം പെൺകുട്ടികൾ ആടാനും പാടാനും പാടില്ല, പ്രത്യേകിച്ച് തട്ടമിട്ടുകൊണ്ട് എന്ന് പറഞ്ഞ് താത്ത ഒരു ഫത്വ തന്നെ പുറപ്പെടുവിച്ചു. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിങ് ഹിജാബ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷേ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബിന് അതിൻ്റേതായിട്ടുള്ളൊരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ചില സ്വയം പ്രഖ്യാപിത ഉസ്താന്റിമാരും രംഗത്ത് വന്നു. പക്ഷെ കാലം ഒരുപാട് മാറി. ഇൻസ്റ്റയും മറ്റും മുസ്ലിം പെൺകുട്ടികളെയും സ്വാധീനിക്കുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശത്തിന് മേൽ കടന്നു കയറുന്നവരെ വെറുതെ വിടേണ്ട എന്നവർ തീരുമാനിച്ചു. ട്രോളുകളും പ്രതികരണങ്ങളുമായി പലരും രംഗത്ത് വന്നു. ഇതിന്റെ പേര് തന്തയില്ലായ്മ, തെണ്ടിത്തരം കാട്ടാം. പക്ഷെ ഇങ്ങനെ പല തെണ്ടി അവരുത് ഇങ്ങനെ നെറികേട് കാട്ടില്ല സുശീല. നമ്മളൊക്കെ ജീവ പണയം വെച്ച് കളിക്കുന്നവരാ. നെറികേട് കാട്ടിയ മോളിൽ ഈശ്വരനുണ്ട്, അത് മറക്കരുത്. ഞങ്ങളൊക്കെ പോവിടുന്നു. ആര് പറഞ്ഞു പോകണ്ടെന്ന്? എല്ലാരും ഒന്ന് പോയി കിട്ടിയാ മതി. അല്ല, എ ക്ലാസ് കളിക്കാരെ കൊണ്ടുവരും സുധി. പട്ടുപിടിച്ചതിനൊക്കെ പോറ്റി എന്റെ കബന് മുടിഞ്ഞതും. ഞാൻ ഇടയ്ക്ക് വരും, എനിക്ക് വയ്യ. ഈ കുമാരേട്ടനെ പോലെ ക്ലൗണാകാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. സന്തോഷായി. താത്ത വീണ്ടും പ്രതികരണം തുടർന്നു. ഇതോടെ പതിയെ സോഷ്യൽ മീഡിയയിൽ മുസ്ലിം പെൺകുട്ടികൾ കൂട്ടത്തോടുകൂടി എത്തി ഓണാഘോഷം തുടങ്ങി. അങ്ങനെ റീൽസിനൊന്നും പോകാത്തവർ ഹിജാബ് ധരിച്ചുകൊണ്ട് ഓണക്കോടിയിട്ട് പട്ടുവസ്ത്രമണിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സുബീദ വടേരി ഇങ്ങനെ എഴുതി: മുസ്ലിം പെൺകുട്ടിയുടെ ആഘോഷം കഴിഞ്ഞ് മറ്റു മതത്തിലുള്ള ആളുകൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല. ഓണം യഥാർത്ഥത്തിൽ ആഘോഷിക്കേണ്ട ഹിന്ദു മതത്തിലുള്ള കുട്ടികൾ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊരു കമന്റ് കണ്ടു. സംഗതി വളരെ ശരിയാണ്, പക്ഷെ ചെറിയൊരു തിരുത്തുണ്ട്. ഹിന്ദു പെൺകുട്ടികൾക്കും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും മുസ്ലിം പെൺകുട്ടികളെ പോലെ വിലക്കുകളോ സ്ത്രീകളെ സ്വകാര്യ സമ്പാദ്യമാക്കലോ അവരുടെ കുടുംബത്തിലില്ല. അവരവരുടെ കുടുംബത്തിൽ എന്നും സ്വതന്ത്രരാണ്. പക്ഷെ മുസ്ലിം പെൺകുട്ടിയുടെ കാര്യം അതല്ല. അവൾ എന്തു ചെയ്യുമെങ്കിലും അതിന് മതവിധി കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, പെരുന്നാളിനും നബിദിനത്തിനുമൊക്കെ പെൺകുട്ടികൾക്ക് ഇതുപോലെ ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കൂ. ആൺകുട്ടികൾ നബിദിന റാലിയിൽ പങ്കെടുക്കുമ്പോൾ പെൺകുട്ടികൾക്ക് മദ്രസയ്ക്ക് അകത്തിരിക്കുന്ന പതിവ് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? പണ്ട് എത്രമാത്രം അവർ ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ ഒരു വർണ്ണക്കൊടി നബിദിനത്തിൽ ലഭിക്കാൻ. പെണ്ണുങ്ങൾക്ക് അതൊന്നും ഇല്ല, അതൊക്കെ ആൺകുട്ടികൾക്കാണെന്ന് പറഞ്ഞ് ഉസ്താദ് ഓടിക്കും. ആഘോഷങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെട്ടതുകൊണ്ട് അവർക്ക് കാഴ്ചകളെല്ലാം മറഞ്ഞു നിന്ന് കാണുന്നത്. പക്ഷെ കാലം മാറി. മറഞ്ഞിരുന്ന പെൺകുട്ടികളുടെ കാലമല്ല ഇത്. ഇന്നത്തെ പെൺകുട്ടികൾ ആഘോഷിക്കാൻ തീരുമാനിച്ചാൽ ആഘോഷിക്കും, കാണാൻ തീരുമാനിച്ചാൽ കാണും.
അവർക്ക് ചങ്കുറപ്പുണ്ട്. ഈ ഒരു ഫീല് മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. ഓണം ആഘോഷിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമെങ്കിൽ, സ്വർഗം നഷ്ടപ്പെടുമെങ്കിൽ നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവർ കൂട്ടത്തോടുകൂടി തെരുവിലിറങ്ങി. കോളേജുകളിലും സ്കൂളുകളിലും വീട്ടുമുറ്റത്തുമൊക്കെ ഇവർ ആഘോഷം സംഘടിപ്പിച്ചു. മുസ്ലിം പെൺകുട്ടികൾ ഒരുമിച്ച് ചേർന്ന് തട്ടമിട്ടുകൊണ്ട് തന്നെ ആഘോഷം നടത്തുന്നതോടെ സോഷ്യൽ മീഡിയ നിറയെ ഇത്തരം കാഴ്ചകളാണ്. സുബൈദയുടെ മറ്റൊരു കുറിപ്പ് ഇതാണ്: ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്യട്ടെ കുട്ടികൾ, നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? ഞാൻ ഇന്നലെ എൻ്റെ ഭർത്താവിനോട് പറയുകയായിരുന്നു, ഇന്നും ഇന്നലെയുമായി മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഓണം ആഘോഷിക്കാത്തതായി ഉണ്ടാവുമോ എന്ന്. മലപ്പുറം ജില്ല എന്ന് പറയാൻ കാരണം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. വെറും ഓണാഘോഷമല്ല, ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ. എന്തിനാണ് ഹിജാബിനെ ഇത്ര ഭയക്കുന്നത്? ചില ആളുകൾ അതിനെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് കേവലം ഒരു വസ്ത്രമാണ്. വസ്ത്രം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. ഹിജാബില്ലാത്ത ആഘോഷം ഇനി അങ്ങ് ഉണ്ടാകില്ല. ഇത്രയും കാലം ഹിജാബികളെ അകത്തിട്ട് പൂട്ടി, ഇനി അതും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരെ അതിന് കിട്ടില്ല. അല്ലെങ്കിലും നാറി തുടങ്ങിയ ചിന്തകളെ കുഴിച്ചു മൂടുകയല്ല വേണ്ടത്. ഒരു 50 വർഷം പിറകോട്ട് പോയാൽ കേരളത്തിൽ എത്ര മുസ്ലിം സ്ത്രീകൾ ഈ പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും? ഉടുക്കുന്ന സാരിയുടെ ഒരു കഷ്ണം തലയിലൊടിയിട്ടാൽ മതി. അല്ലെങ്കിൽ വയസ്സായ ഉമ്മമാരാണെങ്കിൽ ഒരു ഷാൾ എടുത്ത് ചുരുട്ടി തലയുടെ നെറുകയിൽ വയ്ക്കും. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചർച്ചകൾ ഇത്തരത്തിലേക്ക് പോകുന്നു. പറഞ്ഞത് സത്യമാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റയും എടുത്താൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റ എടുത്താൽ, മുസ്ലിം പെൺകുട്ടികളുടെ തട്ടമിട്ട ഓണാഘോഷത്തിൻ്റെ റീൽസുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിമനോഹരമായി അവർ സെറ്റ് സാരി കൊടുത്ത് തലയിൽ തട്ടമിട്ട് തുള്ളിച്ചാടുന്നത് കാണുമ്പോൾ നമ്മുടെ നാട് ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു എന്നതിൽ അഭിമാനിക്കാം. അത്തരം ചില കാഴ്ചകൾ കാണുക.